മറ്റു വാർത്തകളിലേക്ക് പോയാൽ പ്രശസ്ത മാധ്യമപ്രവർത്തകൻ ഷബ്നാദ് പുതുശ്ശേരി എഴുതിയ സംപ്രേഷണ യോഗ്യമല്ലാത്ത കഥകൾ എന്ന പുസ്തകത്തിന്റെ കവർ നടി ജ്യോതിർമയി പ്രകാശനം ചെയ്തു. സിനിമാ താരങ്ങളും മാധ്യമ സ്ഥാപന ഉടമകളും അടക്കം നിരവധി പ്രമുഖർ ചടങ്ങുകളിൽ പങ്കെടുത്തു. കേരള വിഷൻ പബ്ലിക്കേഷൻസാണ് പ്രസാധകർ. അടുത്ത സുഹൃത്തുക്കളുടെ ഒത്തുകൂടലായിരുന്നു സംപ്രേഷണയോഗ്യമല്ലാത്ത കഥകൾ എന്ന പുസ്തകത്തിന്റെ കവർ പ്രകാശന ചടങ്ങ്. സിനിമാ താരം ജ്യോതിർമയി കവർ പ്രകാശനം ചെയ്തു. ഷംനാദ് പുതുശ്ശേരിയും താനും സഹപാഠികളായിരുന്ന നാളുകളെക്കുറിച്ച് ജ്യോതിർമയി സംസാരിച്ചു. ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ വരുന്ന സമയത്ത് ഓരോ ഓർമ്മകളും വളരെ സർഗാത്മകതയോടുകൂടി അവതരിപ്പിക്കുന്ന ഷംനാദിനെ കാണുമ്പോൾ എനിക്ക് അത്ഭുതമാണ് തോന്നിയത്. അന്നത്തെ ഞാൻ അന്ന് തിരിച്ചറിഞ്ഞില്ലല്ലോ ഈ എഴുത്തുകാരനെ പഠിക്കുന്ന കാലത്ത് എന്ന് എനിക്ക് അത്ഭുതത്തോടെ അന്ന് ഞാൻ ആലോചിച്ചു. പിന്നെ ഈ പുസ്തകത്തിന്റെ കാര്യം ഷംനാദ് പറഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയില്ല. കാരണം വളരെ രസകരമായി ഓരോ കാര്യവും അവതരിപ്പിച്ചിരുന്ന ഈ ഷംനാദ് എഴുതുന്നത് എന്തുകൊണ്ട് വൈകി എന്ന് മാത്രമേ എന്റെ മനസ്സിൽ വന്നുള്ളൂ. ചലച്ചിത്ര താരങ്ങളായ സരയു മോഹൻ, രശ്മി ബോബൻ എന്നിവരും ദീർഘനാളത്തെ ഓർമ്മകൾ പങ്കിട്ടു. എവിടെ കൊടുക്കണമെന്ന് കൃത്യമായിട്ട് ദൃശ്യഭാഷയിൽ അറിയാവുന്ന ഒരാൾ സംപ്രേഷണ യോഗ്യമല്ലാത്ത കുറച്ച് കഥകൾ മാറ്റിവെക്കുമ്പോൾ തീർച്ചയായിട്ടും അത് നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാനുള്ള വരികളാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. ഇതിനോടൊപ്പം ഞാൻ പറയുന്നത്, ഇനി ഞങ്ങളുടെ സൗഹൃദ സദസ്സിൽ ഏറ്റവും അടുത്തൊരു എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്നത് സർ തന്നെ തിരക്കഥ സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ഞങ്ങൾ അതിനുവേണ്ടി കാത്തിരിക്കുന്നു. സോ എനിവേ, ഓൾ ദി ബെസ്റ്റ്. ന്യൂസ് മലയാളം MD അബൂബക്കർ സിദ്ദീഖ്, COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ, കേരള വിഷൻ ന്യൂസ് മാനേജിംഗ് ഡയറക്ടർ പ്രജീഷ് അച്ചാണ്ടി, COA ജനറൽ സെക്രട്ടറി PB സുരേഷ്, KCCL ചെയർമാൻ K ഗോവിന്ദൻ, കേരള വിഷൻ ന്യൂസ് ചെയർമാൻ PS സിബി, മീഡിയ ഇൻഫോ ചീഫ് എഡിറ്റർ NE ഹരികുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് മലയാളം, കൊച്ചി.